നിർഭയ കേസ് പോലെ ഡൽഹിയിലെ വീണ്ടും അതേ രീതിയിലൊരു റേപ്പ് കേസ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ചു കളഞ്ഞു. നിർഭയ കേസ് നമുക്കറിയാം, 2012 ഉണ്ടായ സംഭവമാണ്. നിർഭയ കേസിനകത്ത് 6 പ്രതികളുണ്ടായിരുന്നു. അതിനകത്ത് 22 വയസ്സുകാരിയെ ഇതുപോലെ അവർ സ്ലീപ്പർ ബസ്സിനകത്ത് കയറ്റി പീഡിപ്പിച്ച്, ആ ബസ് ഓടുന്ന സമയത്ത് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിനെ ബസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞു. 6 പേരാണ് പീഡിപ്പിച്ച്. അതിലൊരു മൈനർ പയ്യനുണ്ടായിരുന്നു, 17കാരൻ. ഏതായാലും രാജ്യത്തെ നടക്കിയ ഒരു സംഭവമായിരുന്നു നിർഭയ കേസ്. ആ പെൺകുട്ടി പേര് വേറെയാണ്, 22 വയസ്സുകാരിയാണ്. രാത്രി കോളേജിൽ പോയിട്ട് വീട്ടിലോട്ട് പോയതാണ്. ആ പ്രതികൾക്കെതിരായി പോലീസ് അന്ന് കുറ്റച്ചാർജ് തയ്യാറാക്കി അവസാനം തൂക്കാൻ വിധിച്ചു. അത് വളരെ നാൾ അവർ പാടുപെട്ടു തൂക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ 17 വയസ്സുകാരൻ മൈനറായതുകൊണ്ട് 3 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് അയാൾ ദുർഗുണ പരിഹാരശാലയിൽ നിന്ന് അയാൾ പുറത്തു പോയി. ബാക്കി 5 പേർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കാൻ വിധിച്ചു. 5 പേര് ജയിലിൽ കിടന്നു. ആ 5 പേരിൽ ഒരാൾ റാം സിംഗ് 2013 ജയിലിൽ വെച്ചിട്ട് അയാൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. അത് റാം സിംഗിൻ്റെ കാര്യം. അയാൾക്ക് അതിയായ ദുഃഖവും വിഷമവും പ്രയാസവും ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. ആ ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് 4 പേര്, അവർ ഡ്രൈവറും ക്ലീനറും ഒക്കെ ആയിട്ടിരുന്ന അവർ അക്ഷയ് താക്കൂർ, വിനയ ശർമ്മ, പവൻ ഗുപ്ത, മുകേഷ് സിംഗ്. ഈ 4 പേരെ 2015 അതുവരെ അവർ തൂക്കിക്കൊലയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളും നോക്കി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രസിഡൻറ്റിൻ്റെ ദയയ്ക്ക് വേണ്ടിയൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ അത് പാഴ്വേലയായി. ഇന്ത്യയിൽ തൂക്കിക്കൊല വളരെ റെയറാണെങ്കിലും ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തി 6 പേര് ആ കുട്ടിയെ 22കാരിയെ സ്റ്റുഡൻറ്റിനെ പീഡിപ്പിച്ച് അത് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ആ 4 പേരെ തൂക്കിക്കൊന്നു. 4 പേരെ തൂക്കിക്കൊല്ലാൻ നേരത്തെ അവരെ ആ തൂക്കാനായിട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവർ മനസ്സിലായി മരണം അടുത്തിരിക്കുന്നു തങ്ങളുടെ. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജയിൽ ജീവനക്കാരിൽ നിന്ന് മാറാൻ ഒരാൾ ശ്രമിക്കുന്ന കണ്ടു. അതൊക്കെ നമ്മളെ ആ മനുഷ്യനെ അവൻ്റെ ജീവിതം അവസാനിക്കുന്ന നിമിഷത്തിന് തൊട്ട് മുമ്പ് ആണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ് തങ്ങൾ നടത്തിയതെന്നും അതിന് ശിക്ഷ തൂക്ക് തന്നെയാണെന്നും അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അതുവരെ ജയിലിൽ കിടന്നപ്പോൾ മനോവേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തൂക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്നായിരുന്നു 4 പേരും കരുതിയത്. അതിലൊരാൾ ആ തൂക്കുകയറിൻ്റെ അകത്ത് അത് കണ്ടിട്ട് ഞെട്ടി അയാൾ പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചു. ബലം പ്രയോഗിച്ച് ആ തൂക്കുകയറിൻ്റെ ചവിട്ടിക്കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ നമുക്കൊരു പാഠമായിരിക്കണം. അതേ രീതിയിലാണ് അടുത്ത ആ ഡൽഹിയിൽ തന്നെ നിർഭയക്കൊണ്ടായ അതേ രീതിയിൽ അതേപോലെ തന്നെ അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷേ മരണം ഉണ്ടായില്ല, കൊലപാതകം നടന്നില്ല. 30 വയസ്സുകാരിയായ ഒരു സ്ത്രീയെ അവർ രാത്രിയിൽ മംഗൾപുരിയിലെ ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. 3 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. 8, 9, 10, 1, 2 വയസ്സിന് എളുപ്പമുള്ള 10 വയസ്സ് വരെ പ്രായമുള്ള 3 പെൺകുട്ടികളെ വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. അവർ രാത്രി പീതാംബരയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മംഗൾപുരിയിൽ നിന്ന് പോകുന്ന വഴിക്ക് സഹോദരൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് അവർ വന്നു. സ്വല്പം രാത്രിയായി, 11 മണിയായി. അപ്പോൾ ഔട്ടർ ഡൽഹിയിലെ നാംഗ്ലോയിലെ സ്വകാര്യ ഒരു സ്ലീപ്പർ കിടക്കുന്ന കണ്ടു. അതിനടുത്ത് ഇവർ വന്നു ഓട്ടോയിൽ ഇറങ്ങി. അവരോട് ചോദിച്ചു, ഇനി രാത്രി ബസ് കിട്ടുമല്ലോ, ഈ ബസ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഇവരെ ആ ബസ്സിനകത്തോട്ട് വലിച്ചു കയറ്റി അവർ വണ്ടി വിട്ടുപോയി. അതിലൊരാൾ വണ്ടി ഓടിക്കുകയും ആ സമയം മറ്റേ ആൾ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അയാളുടെ പീഡനം കഴിഞ്ഞപ്പം മറ്റേ ആൾ അത് ഏറ്റെടുത്തു. അയാൾ ഇവരെ പീഡിപ്പിക്കാനായിട്ട് അവിടുത്തെ നാംഗ്ലോയി റെയിൽവേ സ്റ്റേഷനടുത്ത് വണ്ടി നിർത്തിയിട്ട് ആണ് പീഡിപ്പിച്ചത്. ഇവർ കാല് കൈ പിടിച്ചു പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്,
ഞാൻ പോലീസിലൊന്നും പരാതി പറയില്ല, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ കൊല്ലരുത്. അവർക്ക് മനസ്സിലായി ഇത് കൊല്ലുമെന്ന്. അവർക്ക് നിർഭയ കേസൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. അതേ രീതിയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. 3 പെൺകുട്ടികൾ മാത്രം വീട്ടിലുണ്ട്. ഭർത്താവ് ക്യാൻസർ പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഇവർക്ക് രാത്രി വീട്ടിൽ പോയേ പറ്റുള്ളൂ. എന്തായാലും അവരുടെ കാലും കൈയും പിടിച്ച് എന്നെ കൊല്ലരുത്, ഞാൻ പോലീസിൽ പരാതിപ്പെടില്ല, എന്നെ വിട്ടാൽ മതി, എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്, എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റുള്ളൂ എത്ര രാത്രിയായാലും എന്ന് പറഞ്ഞപ്പം അവർ ബസ്സിൽ നിന്ന് ഇവരെ പീഡനം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു. പക്ഷേ അന്നേരം തന്നെ അവർ പോലീസ് വിളിച്ചു പറഞ്ഞു. പോലീസ് ഇമ്മീഡിയറ്റായിട്ട് വന്നു. 4 മണിക്കൂറിനകം ആ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഡൽഹി പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം അധികം നീണ്ടില്ല അന്വേഷണം. 4ാമത്തെ മണിക്കൂറിനുള്ളിൽ ഉത്തർപ്രദേശുകാരനായ ഡ്രൈവർ ഉമേഷും അയാളുടെ സഹായി രാമേന്ദ്രയും കസ്റ്റഡിയിലെടുത്തു. 2 പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഇപ്പം കസ്റ്റഡിയിലാണ്. പക്ഷേ ആ അമ്മ, ആ 30 വയസ്സുകാരി, 3 പെൺകുട്ടികളുടെ മാതാവ്, അവരെ ആശുപത്രിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആശുപത്രിയിൽ കിടക്കാൻ കഴിയില്ല. രക്തസ്രാവം നന്നായിട്ടുണ്ടായ സ്ത്രീയാണ്. ഹോസ്പിറ്റൽ അധികൃതർ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടി. അവർ പറഞ്ഞു, എനിക്കെൻ്റെ മക്കളാണ് വലുത്, 3 പെൺകുട്ടികളാണ്, തനിച്ചാണ് വീട്ടിൽ, അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നെപ്പോലെ, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, ആ സ്ത്രീയുടെ അമ്മ, 3 പെൺകുട്ടികളുള്ള അമ്മയുടെ ആ വേവലാതി അവർക്കുണ്ടായ അതേ രീതിയിൽ തന്നെ മക്കൾക്കും ഉണ്ടായിക്കൂടെ? അവർ ആശുപത്രിയിൽ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടും അത് വകവെക്കാതെ അവരവിടുന്ന് രാത്രി തന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് അവിടുന്ന് പൊക്കളഞ്ഞു എന്നുള്ളതാണ് ആ കേസിനകത്തുള്ള പ്രത്യേകത. നമ്മൾ നിർഭയ കേസ് പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആൾ മരണപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 പേരാണ് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഇതൊരു ഗ്യാങ് റേപ്പാണ്. 20 വർഷം ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അല്ലെങ്കിൽ ലൈഫ് ലോങ്, ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കണം. എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡൽഹി പോലീസ് നടത്തുമെന്ന് കരുതുന്നു. കാരണം രാജ്യവ്യാപകമായി ഈ വാർത്ത പരന്നിരിക്കുന്നു. നിർഭയയ്ക്കുണ്ടായ അതേ രീതിയിലുള്ള അതേ സാഹചര്യത്തിന് അതേ മോഡസ് ഓപ്പറാണ്ടി തന്നെയാണ് ഇതും ഉണ്ടായിരിക്കുന്നത്. ഇവരാരും പഠിച്ചില്ല. കാരണം ഈ ഡ്രൈവർമാരും ഇവരെ സഹായിയൊക്കെ ഈ ബസ്സിൽ സഞ്ചരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. 4 പേരെ തൂക്കിക്കൊന്നതാണെന്ന് വിചാരിച്ചോണം, അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. ബസ്സിൽ വരുന്നത് രാത്രിയായാലും ശരി പകലായാലും ശരി, ഒരാശ്രയം കിട്ടാനായിട്ട് കൂടുതലും ബസ്സുകാരെ ബസ് യാത്ര ചെയ്യുന്നു. രാത്രിയായിരിക്കും ചിലപ്പോൾ ബസ്സിൽ തന്നെ ഇരുന്നെന്ന് വരും. അവരെയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോയാൽ ഇതുപോലെയുള്ള ദുരനുഭവം ഉണ്ടാകുന്നവർ തീർച്ചയായിട്ടും അവർ പരാതിപ്പെടും. ജയിലിൽ തന്നെയായിരിക്കും ശിഷ്ടകാലം വാസമെന്ന് എല്ലാവരും ഓർക്കണം.